മൈ ഡിയർ ഫ്രണ്ട്, ഒരു തമാശയ്ക്കും ഒരു നേരം പോക്കിനും കണ്ടു തുടങ്ങി ഇന്ന് ജീവിതം തന്നെ വലിയ കുരുക്കിലായി പോയവർ അനേകരാണ്. യെസ്, മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങളെക്കാളും ശക്തമായി ലഹരിയായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയം, പോണോഗ്രഫി. യെസ്, പോൺ ഈസ് എ ട്രാപ്പ്. കൗമാരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ ഒരു പ്രായം. 13 മുതൽ 19 വയസ്സ് വരെ ടീനേജ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ WHO ഈ 2020 പുറത്തിറക്കിയ പല സർവേ റിപ്പോർട്ടുകളിലും ഈ 19 വയസ്സ് എന്നുള്ളത് 15 ആക്കി ചുരുക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ളവരെ യുവാക്കൾ അല്ലെങ്കിൽ യൗവനക്കാർ എന്ന സവിശേഷതയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ശാരീരികമായും മാനസികമായുമുള്ള വളർച്ച അത് പ്രായത്തിൽ നേരത്തെ തന്നെ അനുഭവിക്കുകയും അത് ഫീൽ ചെയ്യുകയും അതിനനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ സാഹചര്യം വ്യത്യസ്തമായിരിക്കുന്നു എന്ന് WHO കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിതീവ്രമായ പല വികാരങ്ങളും ഉണർത്തപ്പെടുന്ന ഈ പ്രായം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ ഒരു പ്രായമാണ്. വളരെ കെയർഫുള്ളായി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു പ്രായം. വന്യമായ ചിന്തകളും ഭാവനകളും ഒക്കെ ഉള്ളവരെടുത്തിരിക്കുന്ന വീഡിയോകളാണ് പോൺ വീഡിയോസ് എന്ന് പറയുന്നത്. ഇത് ലൈംഗിക വിദ്യാഭ്യാസം നൽകിത്തരും എന്ന് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ സസൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് എന്നേക്കുമായി മനുഷ്യനെ കൊടുക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു ട്രാപ്പാണ്. യെസ്, പോൺ ഈസ് എ ട്രാപ്പ്. ഒരു കാലത്ത് നമ്മളുടെ ഇടയിൽ അശ്ലീല പുസ്തകങ്ങളും മാസികകളും വിറ്റഴിച്ചിരുന്നു. പ്രധാനമായും ഉന്നം വെച്ചിരുന്നത് കൗമാരക്കാരെയായിരുന്നു. എന്നാൽ ഈ പുസ്തകങ്ങളും അശ്ലീല മാസികകളും അനാവശ്യമായ മനുഷ്യൻ്റെ വികാരങ്ങളെ തൊട്ടുണർത്തുവാൻ തക്കവണ്ണം അന്ന് പ്രാപ്തിയുള്ളതായിരുന്നു. ആ സമയങ്ങളിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള വളർച്ചയ്ക്ക് ഈ പുസ്തകങ്ങളും മാസികകളും ഒരുപാട് പ്രശ്നക്കാരായിരുന്നു. എന്നാൽ ഇന്ന് പുസ്തകങ്ങളുടെയും മാസികകളുടെയും കാലമെല്ലാം കഴിഞ്ഞു. അക്ഷരങ്ങളിലൂടെ പറഞ്ഞു തന്നിരുന്ന വസ്തുതകൾ ഇന്ന് വീഡിയോയിൽ കൂടുതൽ ക്ലാരിറ്റിയോടെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുകയാണ്. അതിലകപ്പെട്ടു പോകുന്ന കൗമാരക്കാരും യൗവനക്കാരും പ്രായഭേദമന്യേ സകലരും ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ കുടുങ്ങുന്നു. ഇത് പോൺ സൈറ്റുകളിൽ വിറ്റഴിക്കപ്പെടുന്നു. നമ്മളറിയാത്ത വികാരങ്ങളെ തൊട്ടുണർത്തി നമ്മുടെ ജീവിതം തന്നെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒന്നായി തീർന്നിരിക്കുകയാണ് പോൺ. യെസ്, വീണ്ടും പറയുകയാണ്, പോൺ ഈസ് എ ട്രാപ്പ്. പെട്ടെന്ന് നിയമം മൂലം അല്ലെങ്കിൽ നിയമം കൊണ്ടത് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ പോൺ അല്ലെങ്കിൽ പോൺ വ്യവസായം എന്ന് പറയുന്നത്. ഇന്ന് അതിനെ ഒരു വ്യവസായമായിട്ടാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ പോൺ എന്നുള്ളത് നമ്മുടെ തലമുറകളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അനുജന്മാരെ, അനുജത്തിമാരെ, പ്രായഭേദമന്യേ എല്ലാവരെയും അത് ബാധിക്കുന്നുണ്ട് എന്നും അതിൻ്റെ അതിപ്രസരങ്ങൾ വളരെ ശക്തമായി ഉള്ളതുകൊണ്ട് തന്നെ അതിക്രൂരന്മാരായ പല ക്രിമിനലുകളെയും സൃഷ്ടിക്കാൻ ഈ പോൺ സഹായിക്കുന്നുണ്ട് എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. അതിന് ഉദാഹരണമാണ് ഡൽഹിയിലെ നിർഭയ പോലെയുള്ള കേസുകൾ. അതിന് പിന്നിൽ പ്രവർത്തിച്ച, അതിൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങിയ അവരെ നമ്മൾ മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുകയും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ടുള്ള അതിയായ വാഞ്ചയും ഒക്കെയാണ് അവരെ അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് ചെയ്യുവാനായി എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൽക്കട്ടയിൽ നടന്ന ആ ക്രൂരമായ ഡോക്ടറിൻ്റെ കൊലപാതകം നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലൈംഗികമായ വൈകൃതങ്ങൾ ചെയ്യുവാനും അത് കാണിക്കുവാനും പ്രേരിതമായിട്ടുള്ള ചിലരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ കൊച്ചു കൂട്ടുകാരോട്, എൻ്റെ അനുജത്തിമാരോട്, പ്രായഭേദമന്യേ എല്ലാവരോടും പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, പോൺ ഈസ് എ ട്രാപ്പ്. ഈ ട്രാപ്പിൽ വീഴാതെ നമ്മുടെ കുട്ടികളെ, കൗമാരക്കാരെ നോക്കേണ്ടുന്ന കടമ നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. ദിശാബോധം, അത് ശരിയായ ദിശാബോധം ലഭിക്കാതെ മുന്നോട്ട് നയിക്കുന്ന ഓരോ ജീവിത പാഠങ്ങൾ അവരുടെ ജീവിതത്തെ കുരുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് സ്കൂൾ തലം മുതൽ അല്ല, കുടുംബങ്ങൾ മുതൽ അത് ഓരോരുത്തരുടെയും ബാധ്യസ്ഥതയാണ്. വീടുകളിൽ മാതാപിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയാകുന്നതിനേക്കാളും അതിക്രൂരമായ ക്രൂരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ ഈ പോണിന് സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്, ഒളിഞ്ഞും പാത്തുമൊക്കെയാണ് ഇത് കാണുകയും ഇത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നോക്കേണ്ടുന്ന കടമ, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അല്ല, കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത കുട്ടികളാണ് എങ്കിൽ തീർച്ചയായും അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കാണ്. പണ്ട് 9ാം ക്ലാസ്സിൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ
ആ ലെസൺ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അധ്യാപക സമൂഹം ഇന്നുണ്ടോ എന്നറിയില്ല, എന്നാൽ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായി പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഇത് അധ്യാപകർ തുനിഞ്ഞിറങ്ങണം. അത് ഇന്നിൻ്റെ ആവശ്യകതയാണ് എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊള്ളട്ടെ. സോ പോൺ ഈസ് എ ട്രാപ്പ്. ആക്രമശക്തമായ ലൈംഗിക വൈകൃതങ്ങൾ അത് കാണിക്കാനും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് ഈ പോണുകൾ. ഇത് വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും. സമൂഹത്തിലെ പ്രമുഖരുടെ ഇൻ്റർവ്യൂകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവസാനം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒന്നാണ്. കൃത്യമായ അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത പല കാര്യങ്ങൾ അത് കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട്, വാസ്തവമാണ്. എന്നാൽ ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നും, അല്ലെങ്കിൽ കൗമാരക്കാർക്കോ മറ്റു വ്യക്തികൾക്കോ ആർക്കും തന്നെ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ കഴിയുന്നതിലൂടെ ഇങ്ങനെയുള്ള അടിമത്വങ്ങൾ, അഡിക്ഷൻസ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹവും പരിഗണനയും തീർച്ചയായിട്ടും ഇത് നൽകേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു പോകുന്നവർക്ക് നൽകേണ്ടുന്നത് അത്യാവശ്യമാണ്. ഈ കൗമാരപ്രായത്തിൽ സ്വയമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കൗമാരക്കാരായ പ്രായമുള്ള ആ പ്രായത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, അനുജന്മാരെ, അനുജത്തിമാരെ, മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് സഹായം കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ അത് സത്യമാണെന്ന് കരുതാതെ അത് ചോദിച്ചറിയാൻ, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. തീർച്ചയായും ആ മെൻറ്ററിന് നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ പോണിലൂടെ ലഭിക്കുന്ന തെറ്റായ പല ധാരണകൾ സ്വയം ശരീരത്തോട് ഒരു അവജ്ഞയും അവഗണനയും കാണിക്കാനായിട്ട് തുടങ്ങും. ഇത് പോകെ പോകെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടമാക്കും. നമ്മുടെ കോൺഫിഡൻസിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയുന്ന അതിശക്തമായ ഒരു ലഹരിയായിരിക്കും പോൺ. സോ സ്റ്റേ എവേ ഫ്രം പോൺ ആൻഡ് സേ നോ ടു പോൺ. കൗമാരപ്രായത്തിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പല ലൈംഗിക വൈകൃതങ്ങൾ പിന്നത്തേതിൽ പല ക്രൈം സീനുകളിലേക്ക് മാറുമ്പോൾ, അങ്ങനെയുള്ളവരെ പരിശോധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുമ്പോൾ, ഇങ്ങനെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും പോൺ ട്രാപ്പുകളിൽ പെട്ടവരാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു പല സർവേ റിപ്പോർട്ട്സ് വായിക്കുമ്പോൾ. ഇത് പിന്നത്തേതിൽ ആത്മഹത്യയിലേക്കും മറ്റു പല വിഷയങ്ങളിലേക്കും മാനസിക രോഗങ്ങളിലേക്കും ഇത് നയിക്കപ്പെടുന്നു. സോ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വളരെ ശക്തമായ എന്നാൽ ശ്രദ്ധയോടെ കൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ പോൺ ട്രാപ്പ് എന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം, സ്റ്റേ എവേ ഫ്രം പോൺ ആൻഡ് സേ നോ ടു പോൺ. പോൺ വീഡിയോകൾ കാണുന്നതും അത് ലൈംഗിക വിദ്യാഭ്യാസം തരുമെന്നുള്ള മിഥ്യയായ ബോധ്യം നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുക. എൻ്റെ സംസാരം കൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസമുണ്ടാക്കാൻ കഴിയത്തില്ല, എന്നാൽ വളരെ പരിമിതികളുണ്ടെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ പരിപൂർണമായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ നിങ്ങളെ സഹായിക്കും. അത് ക്രിസ്തുവിലാണ്. യെസ്, ജീസസ് ക്യാൻ ഗിവ് യു ഫ്രീഡം ഫ്രം ഓൾ അഡിക്ഷൻസ്. ബൈബിളിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് മനോഹരമായിട്ടാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിന് പിന്നെയും കുടുങ്ങിപ്പോകരുത്. എൻ്റെ കൊച്ചു അനുജന്മാരോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, സേ നോട്ട് ടു പോൺ, സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഗോഡ് ബ്ലെസ്.